പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ദേശീയപാത വികസന ഉദ്ഘാടന ചടങ്ങിൽ നിന്നും പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനെ ഒഴിവാക്കി. മുഖ്യമന്ത്രിയും മന്ത്രിമാരായ എം പി രാജേഷും കെ കൃഷ്ണൻകുട്ടിയും പരിപാടിയിലുണ്ട്. വിളിച്ചില്ല, വിളിക്കാതെ ചെന്ന തല്ലെന്നും പറഞ്ഞു. അയ്യോ, എന്നാ ഞാൻ പോയി സദ്യ കഴിച്ചിട്ട് വരാം. അറിയിപ്പൊന്നും കിട്ടിയിട്ടില്ലെന്നും ഒഴിവാക്കിയ നടപടി ജനാധിപത്യത്തിന് ഭൂഷണമല്ല എന്നുള്ള നിലപാടിലാണ് മന്ത്രി മുഹമ്മദ് റിയാസ്. തളരരുത് രാമൻകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. നീ സമാധാനിക്കും. എല്ലാ മാസവും ഞങ്ങൾ ഇതിന്റെ റിവ്യൂ നടത്തിയിരുന്നു. എന്നിട്ടും ഈ ശക്തമായ പ്രതിഷേധം ഇക്കാര്യത്തിൽ പൊതുമരാമത്ത് മന്ത്രിക്കുണ്ട് എന്നാണ് നമ്മൾ അല്പസമയം മുമ്പ് ഫോണിൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയത്. ഇത്രയും കഷ്ടപ്പെട്ടിട്ട് അവസാനം കുന്നിൻ്റെ ഉള്ളല്ലേ എന്ത് ചെയ്യും നിങ്ങട്ട് ആരും എനിക്കിങ്ങോട്ട് നാട്ടപരാന്ത് ഇങ്ങോട്ട് പിടിച്ചിട്ടുണ്ടല്ലോ. ഇന്നലെ മാത്രമാണ് ക്ഷണം കിട്ടിയതെന്ന് രാജേഷും സുഖമില്ലാത്തതിനാൽ പങ്കെടുക്കുന്നില്ല എന്ന് കെ കൃഷ്ണൻകുട്ടിയും അറിയിക്കുകയാണ്. ഈ നിൽക്കുന്ന ഈ സ്ഥലവും ആ പുള്ളരും അവരെ കയ്യിരിക്കുന്ന സാധനങ്ങളും ഈ ബസ് സ്റ്റാൻഡും എന്തിന് എന്താ നീക്കറ എന്റെ അണ്ടറല്ല. മുഖ്യമന്ത്രിയും ഇന്ന് കൊച്ചിയിലെത്തില്ല. അവിടെ ആർക്കും വായു ഗുളിയൊന്നും വാങ്ങിക്കണ്ടല്ലോ, എന്നാ പോണ്ട. കേന്ദ്ര പദ്ധതികളുടെ ഏതാണ്ട് 10,000 കോടിയുടെ സംസ്ഥാനത്തെ ദേശീയപാതയുടെ ഔദ്യോഗികമായ 2 റീച്ചുകളുടെ ഉദ്ഘാടനം ഇന്ന് പ്രധാനമന്ത്രി നിർവഹിക്കുകയാണ്. സമ്മതിക്കില്ല, ഇത് ഞാൻ സമ്മതിക്കില്ല. ഇന്ത്യയിലെ ഏതൊരു സ്റ്റേറ്റിനും മാതൃകയാക്കാവുന്ന നിലയിൽ കേരളത്തിലെ LDF സർക്കാർ ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ ഇടപെട്ടു. എന്താണിത്? ഒരു തരത്തിലുള്ള പങ്കാളിത്തവും നമ്മുടെ പൊതുമരാമത്ത് വകുപ്പിനോ കേരള ഗവൺമെന്റിനോ എല്ലാം അവരുടെ നിയന്ത്രണത്തിലാണ്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. നമ്മള് കമ്മട്ടം പോയല്ലോ. ആഹാ, ഇരിക്കില്ല പിന്നെ ആർക്കും വേണ്ട, ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. സമാന്തര ഉദ്ഘാടനവുമായി സംസ്ഥാന സർക്കാർ രംഗത്ത് വരുന്നു. രാമനാട്ടുകര മുതൽ വെങ്ങളം വരെ ദേശീയപാതയിൽ റോഡ് ഷോ നടത്താനാണ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ തീരുമാനം. എന്താണ് ബുദ്ധി ഈ തല വെളി കാണിച്ച അടക്കല്ല മണ്ടാണ്. ഇനിയെങ്കിലും നീ മനസ്സിലാക്കിക്കോടാ, എനിക്ക് ബുദ്ധിയുണ്ടെന്ന്. ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി. സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പൊന്നു മോനെ.